ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിന് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ആനന്ദാണെങ്കിൽ കാത്തിരുന്ന് ആ ഏര വലയിൽ വീണിരിക്കുകയാണ്. ഉദയഭാനു മോഷ്ടിക്കണത് കയ്യോടെ കണ്ടെത്തിയിരിക്കുകയാണ് ആനന്ദ്. അപ്പൊ ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപയുടെ കുറവ് വരുന്നതായിട്ട് ദേവി പറയുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചും തിരിച്ചു നോക്കിയിട്ട് 5000 രൂപ കാണുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ പറഞ്ഞത് പിന്നെ എങ്ങാനും നോക്കാൻ ദേവി മോളെ, നീ ആ കണക്ക് എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ ദേവി പറയണ്ടേ, ഇല്ലച്ചാ 5000 രൂപയുടെ കണക്കാണ്, ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അത് സാരില്ല പിന്നെ നോക്കാന്ന് പറയുമ്പോൾ ആനന്ദ് പറയണ്ട, അച്ഛാ ഒരു 5000 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ചേ പറ്റൂ, അല്ല അത് എന്തായാലും മോഷ്ടിക്കപ്പെട്ടതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് കേൾക്കുന്ന ഗോമതി പറയണ്ടേ, എടാ നീ എന്തൊക്കെയാണ് പണ്ട് മോഷ്ടിച്ചെന്ന്. ബാലട്ട ഇവരെന്തൊക്കെയാ പണിത്, ആരും മോഷ്ടിക്കാതെ വെറുതെ ഒരു പറയല്ലേ. ഇതുപോലൊക്കെ മുമ്പ് ഒരു ദിവസം പറഞ്ഞിട്ടാ ഇവിടുന്ന് നമ്മുടെ ധർമ്മൻ ഇറങ്ങിപ്പോയത്. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനത്തെ വർത്തമാനം പറയല്ലേ. അത് 5000 രൂപയുടെ കണക്കിൽ തെറ്റിയതെങ്ങാനും ആയിരിക്കാം, മോളതൊന്ന് വിട്ടുകളാ ഭക്ഷണം കഴിക്കുന്നു പറയുമ്പോ ആനന്ദ് പറയണ്ടേ, അമ്മേ ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു കേസല്ല. ഇന്നലെ 2000, പിന്നെ 25000, ഇപ്പൊ 5000, ഇങ്ങനെ ദിവസം പോയിക്കൊണ്ടിരുന്നതിനാ നമ്മുടെ കടയില് ഒരു മാസം 1,00,000 രൂപയോളം വരുമാനം നഷ്ടമാകും എന്ന് പറയണ. ബാലൻ പറയണ്ട, ആനന്ദ് പറഞ്ഞാലും കാര്യമുണ്ട്, അങ്ങനെ പൈസ പോകുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് അറിഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് പറയണ്ട, അതിനെ ഓർത്തിട്ട് അച്ഛനൊന്നും ടെൻഷൻ ആവണ്ട, നിങ്ങൾ ആരും അറിയാതെ ഞാൻ കടയിൽ ഒരു ചെറിയൊരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാമറയോ എന്ന് ബാലൻ ചോദിക്കുമ്പോ അതേ അച്ഛാ, കാരണം ഇങ്ങനെ പൈസ മോഷണം പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പൊ മോഷ്ടിച്ചാളെ കയ്യോടെ പിടിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി ആകാശിന്റെ മുഖത്തേക്ക് നോക്കുക, അയ്യോ മീനു നീ എന്തിനാ എന്നെ നോക്കണത്, ഞാൻ പൈസ ഒന്നും മോഷ്ടിച്ചിട്ടില്ല, ദേ വെറുതെ ഒന്നും പറയല്ലോ, ഇവൻ ക്യാമറ പിടിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ, ക്യാമറ കാണാലോ ആരാണെന്ന്. അതെ ക്യാമറയെ കാണാം ആരാണെന്ന്, അത് ആരാണെന്ന് ഞാൻ കാണുകയും ചെയ്തു, അതാണ് ഇനി പറയാൻ വേണ്ടി വരുന്നത്. ഇന്ന് ഒരുപാട് കച്ചവടം നടന്നൊരു ദിവസമാണ് അല്ലേ ദേവി? അതെ, ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കച്ചവടം നടന്നായിരുന്നു, വീക്കെൻഡ് ആയിരുന്നു, നല്ല കച്ചവടം ഉണ്ടായിരുന്നു. അതെ, അപ്പൊ അതിലൊരു 5000 രൂപ മോഷണം പോയാലും അറിയില്ലെന്ന് ഒരു കള്ളം വിചാരിച്ചിട്ടാണ് അവിടെ വന്ന് മോഷ്ടിച്ചത്. അപ്പൊ ആദ്യം 2-3 പ്രാവശ്യം മോഷ്ടിച്ചു, 3ാമത്തെ പ്രാവശ്യം ഇപ്പോഴും മോഷ്ടിച്ചു. അപ്പൊ കള്ളിന്റെ ധൈര്യമായി ഇനി മോഷ്ടിച്ചാലും പിടിക്കപ്പെടില്ലെന്ന്. അപ്പൊ അതിന്റെ ഇതിൽ ആ വലിച്ചുവാരി പൈസ എടുത്തിട്ട് 5000 രൂപയുടെ 10000 രൂപ പുള്ളിക്കാരനെ അറിഞ്ഞില്ല. അതാരാണെന്നാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോണത്. എടാ നീ കുറെ നേരം പറയുമെന്ന് പറഞ്ഞത് ആരാച്ചാ പറയടാ, കുറെ നേരം അവൻ പറയണത്, തെളിവോടുകൂടി വേണം പറയാനായിട്ട് എന്ന് ഗോമതി പറയുമ്പോ അതേമേ തെളിവൊക്കെ ഉണ്ട്, ആ പൈസ മോഷ്ടിച്ചത് വേറെ ആരുമല്ല, ഈ നിൽക്കുന്ന സാക്ഷാൽ ദേവിയുടെ അച്ഛൻ ഉദയഭാനു ആണ് എന്ന് പറയണം. ഇത് കേൾക്കുമ്പോഴേക്കും ആകാശം അതുപോലെ തന്നെ ആര്യനും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയും അവരവിടുന്ന് എഴുന്നേക്കാണ്. ഏട്ടാ വെറുതെ അനാവശ്യം പറയല്ലേ, ദേവിയെടുത്തേക്ക് വിഷമമാവട്ടോ, ചേട്ടന് ദേവിയെടുത്തിട്ട് എന്തോ ദേഷ്യം ഉണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയണത് എന്ന് ആര്യൻ ചോദിക്കുമ്പോ, അയ്യോ എനിക്ക് നിന്റെ ദേവിയെടുത്തിട്ട് ഒരു ദേഷ്യവും ഇല്ല, പക്ഷെ കള്ളം കാണിച്ച അത് കള്ളമാണെന്ന് പറയണ്ടേ. അത് കേൾക്കുമ്പോഴേക്കും മീനാക്ഷി പറയണ്ട, ആനന്ദേട്ടാ വെറുതെ ദേവിയെടുത്തിന്റെ വീട്ടിൽ കുറ്റം പറയലേ, ഉദയഭാനു സാർ അങ്ങനെ പൈസ മോഷ്ടിക്കേണ്ട ഒരു കാര്യമില്ല, അദ്ദേഹം ലക്ഷപ്രഭുവാണ്, പിന്നീട് നമ്മുടെ കടന്ന് 5000 രൂപ എടുക്കാൻ പോണത്, വെറുതെ ഇരിക്കുക ആനന്ദേട്ടാ, അങ്ങനെയൊന്നും പറയലേ, ദേവിയെടുത്തൊന്നും കാര്യത്തിൽ എടുക്കണോ, ദേവിയെടുത്ത് അകത്ത് കയറിപ്പോ എന്ന് പറയാണ്. ദേവി പോകല്ലേ, പറഞ്ഞ കാര്യം പൂർത്തിയാക്കട്ടെ മീനു, ഞാൻ പറഞ്ഞു വരുന്ന തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോഴേക്കും കോമതി വരുന്നുണ്ട്. ആനന്ദ് നിർത്ത്, മതി, ഇനി ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം, ബാലട്ട ഇവരോടൊന്ന് പറഞ്ഞേ ഈ സംസാരം നിർത്താനായിട്ട്. അടാ മോനെ ആനന്ദേ നീ നിർത്ത്. പറയുന്നുണ്ട് ആനന്ദ്, വേറൊന്നും അല്ലച്ചാ, പൈസ മോഷ്ടിച്ചത് ഉദയഭാനുവാണ്, കള്ളൻ ഉദയഭാനു, ചതിയൻ ഉദയഭാനു, കള്ളത്തിന് മാത്രം കയ്യിലുള്ള ഉദയഭാനു എന്നൊക്കെ പറയുമ്പോ ദേവി പെട്ടെന്ന് പൊട്ടിക്കരയാട്ടോ. അത് കാണുമ്പോഴേക്കും ഗോമതി വേഗം വരുന്നുണ്ട്. വന്നതിന് ശേഷം ആനന്ദിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാണ്. കുറെ നേരമായി ക്ഷമിക്കുന്നു, വീണ്ടും പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ, എടാ നിർത്ത്, മക്കള് നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചെന്ന് പറയുമ്പോഴേക്കും ആനന്ദ് പറഞ്ഞ, അമ്മേ അച്ഛ ഞാൻ തെളിവ് കാണിച്ച നിങ്ങൾ വിശ്വസിക്കുമല്ലോ അല്ലെ എന്ന് പറയുമ്പോഴേക്കും തെളിവ് കാണിക്കേ, അല്ല ഏട്ടൻ അത്രക്കും പറയുന്നുണ്ടല്ലോ എന്നാ തെളിവ് കാണിക്കേ എന്ന് ആകാശ് പറയാണ്. നമുക്ക് കാണണമല്ലോ ചേട്ടൻ ഇത്രയും ധൈര്യത്തോടെ പറഞ്ഞെങ്കിൽ എന്താ കാരണമെന്ന് കാണിക്കേ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ദേവിക്ക് കാര്യം മനസ്സിലായിട്ടോ, ഉദയഭാനു തന്നെയാണെന്ന്. ദേവി വേഗം അകത്ത് കയറി പോയിട്ട് കട്ടിലിൽ പോയിട്ട് പൊട്ടിക്കരയാണ്. കാരണം എന്താ നടക്കാൻ പോണെന്ന് ദേവിക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇനിയിപ്പൊ ഉദയഭാനുവാണ് കള്ളൻ എന്ന് പറയും, ദേവിയുടെ കള്ളത്തരങ്ങൾ പറയുമ്പോ ദേവിനെ ചവിട്ടി പുറത്താക്കും, ഇത് തന്നെയാണ് നടക്കാൻ പോണെന്ന് ദേവിക്ക് നന്നായിട്ടാണ്. ദേവി പേടിച്ച് വിറച്ച് ഇങ്ങനെ കട്ടിലിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകട്ടോ. അങ്ങനെ ആനന്ദ് ആ കയ്യിലുള്ള ഫോണിലെ വീഡിയോ പ്ലേ ചെയ്യാണ്. അപ്പൊ അതിലെല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാം ഉദയഭാനു പൈസ മോഷ്ടിക്കണത് കറക്റ്റ് ആയിട്ട് കാണാം കേട്ടോ. അപ്പോഴേക്കും അത് കണ്ടിട്ട് നമ്മൾ ഗോമതി പറഞ്ഞല്ല, ഉദയഭാനു സാറ് അങ്ങനെ എടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് മോഷണമൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലും ആവശ്യം വന്നപ്പോ എടുത്തതായിരിക്കും, ചിലപ്പോ ദേവി മോളത്ത് പറഞ്ഞിട്ടായിരിക്കും എടുത്തത്, ദേവി മോളത്ത് മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഉദയഭാനു സാറിന്റെ കാർഡിന്റെ പണിയല്ലേ ഉള്ളത്, ക്രെഡിറ്റ് കാർഡെന്നോ ഡെബിറ്റ് കാർഡെന്നോ പൈസ ആയിട്ട് കയ്യിലൊന്നും ഇല്ലല്ലോ, അപ്പൊ വല്ല ചില്ലറ എടുത്തതായിരിക്കും എന്ന് ഗോമതി അപ്പോഴേക്കും മാറ്റി പറയുന്നുണ്ട്.
ഇത് കേൾക്കുന്ന ആനന്ദ് പറഞ്ഞു, ഹോ അമ്മേനെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. ഓ മരുമകളുടെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കള്ളത്തരം കാണിച്ചാലും എന്ത് ചെറ്റത്തരം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യണ ഒരു അമ്മായിയമ്മ. എൻ്റെ അമ്മേ, ഇത് കണ്ടിട്ട് അമ്മക്ക് തോന്നുന്നുണ്ടോ ഇത് പൈസ ക്യാഷ്വലായിട്ട് എടുത്ത പോലെ എടുത്തതാണെന്ന്? ഇത് അങ്ങനെയൊന്നും അല്ല, ഇത് മോഷ്ടിച്ചതാണ്. അയാളുടെ മുഖം നോക്ക്, പിന്നെ തിരികെ പോക്കറ്റിൽ വെക്കണം നോക്ക്, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇയാളിത് ഇപ്പൊ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല, കുറെ നാളുകളായിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ട് എനിക്ക് വീഡിയോ കിട്ടിയില്ല. ഇന്നാണ് ഈ വീഡിയോ എനിക്ക് കിട്ടിയത്. അച്ഛനെ മനസ്സിലായല്ലോ. ഇനി അച്ഛനെ മനസ്സിലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് പറയാനുണ്ട്. എല്ലാവർക്കുമായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉദയഭാനു ഒരു കോടീശ്വരനൊന്നും അല്ല. അയാളൊരു ദരിദ്രവാസിയാണ്, മറ്റുള്ളവരെ പറ്റിച്ച് തിന്നുന്ന ഒരു ദരിദ്രവാസി എന്ന് പറയാണ്. ദേ ആനന്ദേ, കുറെ നേരം ഞാൻ ക്ഷമിക്കണമെന്ന് ബാലൻ പറയണേ. ഇത്രയും നേരം ഞാൻ പറയണതൊക്കെ കേട്ടിരുന്നു. ഇനി എനിക്കിത് കേട്ടിരിക്കാൻ പറ്റില്ല. അതെ, നിനക്ക് ദേവിമോളുടെ വീട്ടുകാർക്കും ഭയങ്കര ദേഷ്യമുണ്ട്. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത് ദേവിമോള് കാരണമാണെന്ന് നീ വിശ്വസിക്കുന്നതുകൊണ്ട് നീ പല കാരണങ്ങളും പറഞ്ഞ ആ പെൺകുട്ടിയോട് പറഞ്ഞയക്കാൻ വേണ്ടി നോക്കുകയാണ് ആനന്ദേ. അത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ബാലൻ പറയുമ്പോൾ എൻ്റെ അച്ഛ ഇത്രയും വലിയ തെളിവ് കാണിച്ചു. അച്ഛന് സംശയമാണെങ്കിൽ അച്ഛനൊരു കാര്യം ചെയ്യും, നേരെ ഉദയഭാനുടെ ആ വീടിന്റെ പരിസരത്തൊക്കെ ഒന്ന് പോയി അന്വേഷിക്കുക. ആളുടെ ഫോട്ടോ കാണിച്ച് അപ്പൊ അയാൾ പറയും ഇത് തരികിട് ഉദയഭാനു ആണെന്ന്. ആ നാട്ടിൽ ഇയാൾ അറിയപ്പെടുന്നത് തരികിട് ഉദയഭാനു എന്നാണ് അച്ഛാ. പിന്നെ അച്ഛന്റെ ഇതിനു വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ പറഞ്ഞു പോയ ദേവി ഉണ്ടല്ലോ, ഇപ്പൊ കരഞ്ഞോണ്ട് ഇവിടുന്ന് ഓടിപ്പോയ ദേവി, ഉദയഭാനു സാറിന്റെ മൂത്ത മകൾ. അവളെ എന്താ പഠിച്ചെന്ന് പറഞ്ഞ എം എ ഇംഗ്ലീഷോ? അവളെ എം എ ഇംഗ്ലീഷ് പോയിട്ട് 10ാം ക്ലാസ് ജയിച്ചിട്ട് പോലും ഇല്ല അച്ഛാ. പിന്നെ അവൾക്ക് എത്ര വയസ്സുണ്ടെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞത് 28 വയസ്സോ? അവൾക്ക് 31 വയസ്സുണ്ട്. കറക്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ എന്നെക്കാളും 1 വയസ്സ് മൂത്തത് അവള് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഷോക്ക് ആവാട്ടോ. അപ്പോഴേക്കും ഗോമതിക്ക് ദേഷ്യം വേണ്ട. ഗോമതി വേഗം ദേവിയുടെ അടുത്തേക്ക് പോവാണ്. മോളെ സത്യം പറ, ഈ ആനന്ദ് പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ? അവൻ എൻ്റെ മോനാണ്, അവൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. പറയില്ലെന്നും എനിക്കറിയാം. പക്ഷെ ഈ സമയത്ത് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. നീ പറഞ്ഞത് എന്താണോ അതേ ഞാൻ വിശ്വസിക്കുള്ളൂ. അവൻ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ നീ പറയണം അവൻ പറഞ്ഞതൊക്കെ കള്ളവാണെന്ന്. നീ പറയുകയാണെങ്കിൽ അവൻ എന്ത് തെളിവും കാണിച്ചോട്ടെ, അവന് വീഡിയോ കാണിച്ചോട്ടെ, ഫോൺ കാണിച്ചോട്ടെ, എന്ത് തെളിവ് കാണിച്ചോട്ടെ ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ എൻ്റെ മോള് പറയണം അവൻ പറഞ്ഞതൊക്കെ നുണയാണെന്ന് എൻ്റെ മോള് പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം എന്ന് ഗോമതി പറയാണ്. അത് കേൾക്കണ ദേവി പൊട്ടിക്കാരനോട് പറയണം, അമ്മേ തെറ്റു പറ്റിപ്പോയി ആനന്ദേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് പറയുമ്പോഴേക്കും ഗോമതി ആകെ വല്ലാത്തൊരു അവസ്ഥയിലായി പോവാട്ടോ. പിന്നീട് ഗോമതിക്ക് അവിടെ നിന്ന് ടെൻഷനായിട്ട് ആലോചിക്കാൻ പോലും പറയാം. ഗോമതി വേഗം റൂമിലേക്ക് പോയിട്ട് പൊട്ടിക്കരയാണ്. ബാലനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആനന്ദ് ബാലനോട് പറയണ്ട അച്ഛാ, ഇത്രയൊക്കെ ചതി കാണിച്ച് നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്ന അവളെ ഇനി ഇവിടെ മരുമകളായിട്ട് ആവശ്യമുണ്ടോ അച്ഛാ? അവളെ പറഞ്ഞയച്ചൂടെ അച്ഛാ എന്ന് പറയാണ്. ഞാൻ ആലോചിക്കട്ടെ, എന്തായാലും അയാളൊന്ന് വിളിക്കാം ആ ഉദയഭാനുനെ. എന്തായാലും നമ്മൾ നടന്ന സംഭവങ്ങൾ അയാൾക്ക് ചോദിച്ച് മനസ്സിലാക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഉദയഭാനുനെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ വേറെ രീതിയിലാണ് വിളിക്കണ. ഒരു കാര്യമുണ്ട്, വേറൊരു കുറച്ച് സംഭവങ്ങൾ സന്തോഷ വാർത്ത പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചു വരുത്തുന്നത് ഉദയഭാനുനെ. ശ്രീകരനെ വിളിച്ചു വരുത്തിട്ട് ഈ വീഡിയോ കാണിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് ബാലന്റെ ഉദ്ദേശം. അങ്ങനെ ഉദയഭാനു ശ്രീകലയും വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരും ബബ്ബ അടിക്കുകയാണ്. അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ദേവീനെ ഉദയഭാനുവിന്റെ നമ്മുടെ ശ്രീകലയുടെ കൂടെ പറഞ്ഞയക്കുന്ന ഭാഗമാണ് നമ്മൾ ഇനി വരുന്ന ആഴ്ചയിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.